പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റ് വരെ ലഭിച്ച വിദ്യാർത്ഥികളുടെ കോളേജ് ജോയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 20/9/2024 ഇനി 23/9/2024 ആദ്യ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ 18 മുതൽ 20 വരെയുള്ള ഡേറ്റുകളിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ, മുൻപ് നിങ്ങൾ നൽകിയിരുന്ന ഓപ്ഷനുകളൊന്നും ഇനി വെബ്സൈറ്റിൽ കാണുന്നതല്ല, നിങ്ങൾ പുതിയതായിട്ട് തന്നെ ഓപ്ഷൻ നൽകേണ്ടതാണ്. അങ്ങനെ ഓപ്ഷൻ നൽകുന്നവരെ മാത്രമേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർ അവിടെ നിന്ന് ലഭിക്കുന്ന NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് NOC അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ അലോട്ട്മെൻറ്റുകളൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ നൽകി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റ് ഉദ്ദേശിച്ച കോളേജിലേക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ പുതിയതായിട്ട് ലഭിക്കുന്ന സീറ്റിലേക്ക്, കോളേജിലേക്ക് നിങ്ങൾ മാറി ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് അപ്രൂവലായിട്ട് വന്നിട്ടുള്ള 8ഓളം കോളേജുകളിലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാൻ അവസരമുണ്ട്. അതിൽ ഒരു കോളേജ്, കോട്ടയത്തുള്ള ഗവൺമെൻറ് കോളേജിൽ ആദ്യമായിട്ട് ഫിസിയോതെറാപ്പി ആരംഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ആദ്യമായിട്ട് BSc ന്യൂക്ലിയർ മെഡിസിൻ എന്ന കോഴ്സും ആരംഭിക്കുന്നുണ്ട്. അതിലേക്കും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള കോഴ്സിലേക്കും കോളേജിലേക്കും മാത്രം ഓപ്ഷൻ നൽകുക. കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. കോളേജ് ജോയിനിങ് അവസാനിക്കുന്നത് 20/9/2024 അതേസമയം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക്, ആദ്യ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകാനുള്ള ഡേറ്റ് 18 മുതൽ 20 വരെയുള്ള ഡേറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ വേക്കൻസി ലിസ്റ്റ് വരുന്നതിന് മുമ്പായിരിക്കും വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകേണ്ടി വരിക. കാരണം അഡ്മിഷൻ അവസാനിക്കാതെ LBSന് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. പിന്നെ വേക്കൻസി ലിസ്റ്റ് നോക്കി ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നും മാത്രം നോക്കി ഓപ്ഷൻ നൽകുന്നതും ബുദ്ധിപരമല്ല. കാരണം പല കോളേജുകളിലും ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും മറ്റു കോളേജിലേക്ക് ഓപ്ഷൻ നൽകി കോളേജ് മാറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥി മറ്റൊരു കോളേജിലേക്ക് പോകുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ വേക്കൻസി വരുന്നതാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെയായിരിക്കും അവിടേക്ക് പരിഗണിക്കപ്പെടുക. ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സും ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകുക. പിന്നീട് വരുന്ന ഓപ്ഷനുകളും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ തന്നെ നൽകിയാൽ മതിയാകുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാവുന്നതാണ്. നൽകാവുന്ന ഓപ്ഷൻ്റെ എണ്ണത്തിൽ പരിധിയില്ല. ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ഓപ്ഷൻ നൽകുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നവർക്കും നന്ദി, നമസ്കാരം.